ഹലോ, നമ്മൾ ഇന്ന് നവധാന്യ ദോശയാണ് ആക്കുന്നത്. ആദ്യം ഞാൻ ഇച്ചിരി റാഗി എടുത്തിട്ടുണ്ട്. അതുപോലെ മുതിര, സാമ്പാർ പരിപ്പ്, ബ്രൗൺ റൈസ്, ചെറുപയർ, ഉലുവ, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, മില്ലറ്റ്, ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ 9 ധാന്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്യുക. വെള്ളം ഒഴിച്ചിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്ത് വെക്കുക. അടുത്ത ദിവസം ഇത് വൈകുന്നേരം കുതിർക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ രാവിലെ കുതിർത്താൽ വൈകുന്നേരത്തേക്ക് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ധാന്യങ്ങളും മിക്സിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബ്രൗൺ റൈസ് എന്ന് പറഞ്ഞത് നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്ന ആന അരിസിയാണ് കേട്ടോ. അത് നമ്മുടെ ഷോർട്സിൽ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അത് കൂടാണ്ട് പച്ചമുളക്, ഇഞ്ചി, ഒരു അര സവാള, അതുപോലെ സോഫ്റ്റ്നെസ്സിന് ഒരു പിടി ചോറിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു മീഡിയം കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക. അപ്പോൾ നന്നായി അരഞ്ഞ് വരണം. ഓക്കെ, അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മൾ കായപ്പൊടി ഇടുക. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി ഇടണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ഹെൽത്തിയാണ്, പറയണ്ടല്ലോ. എല്ലാ ധാന്യങ്ങളും ഉണ്ട്. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഒരു മീഡിയം ചൂടിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ല തിൻ ലെയറായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എടുത്തിട്ട് നമുക്ക് 2 ഭാഗവും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നവധാന്യ ദോശ റെഡിയാണ്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ദോശയാണ് കേട്ടോ. വെയിറ്റ് ലോസിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് ചട്നി വെച്ച് സെർവ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്യണേ. താങ്ക്